എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട്. ബേപ്പൂരിൽ മണ്ഡലത്തിൽ സജീവമായി തന്നെയുണ്ട് പി വി അൻവർ. അപ്പോ പി വി അൻവർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി? അല്ല, ബേപ്പൂരിൽ സ്ഥാനാർത്ഥി പി വി അൻവർ ആയിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അല്ല, അത് UDF ലീഡർഷിപ്പ് തീരുമാനിക്കും. അത് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. നിലവില് ബേപ്പൂരിലെ പല വിഷയങ്ങളും താങ്കൾ പഠിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ട്. കുറെ വികസന പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ബേപ്പൂരിലുണ്ടോ? അല്ല, വികസന പ്രശ്നങ്ങൾ നിങ്ങൾ എന്റെ മുഖത്ത് പിടിക്കുന്ന ക്യാമറ ഈ പറയുന്ന പടച്ചോന്റെ ഭൂമിക്കൊന്ന് പിടിച്ചു നോക്കി ഇതിലൊന്ന് നടന്നു നോക്കി. പ്രശ്നം ഉണ്ടോന്ന് അപ്പം തന്നെ അറിയാം. പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഉള്ള തൊഴിൽശാലകൾ മുഴുവൻ ഇവിടെ അടച്ചുപൂട്ടി അത് വിറ്റ് അത് കൊള്ളയടിക്കാൻ നോക്കുകയാണ് ഇപ്പം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഈ ബേപ്പൂർ മണ്ഡലത്തിലെ 2 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരിലെ ഏതെങ്കിലും അഭ്യസ്ത വിദ്യനായ ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിക്കോ ഈ മന്ത്രി ഒരു തൊഴിൽ കൊടുത്തെന്ന് പറയട്ടെ. 10 ആൾക്ക് തൊഴിൽ കൊടുത്ത്, 10 ആൾക്ക് പറയണ്ടാവും. ടൂറിസത്തിൽ അവിടെ കുറെ പെണ്ണുങ്ങളെ നിർത്തി, കുറെ സെക്യൂരിറ്റിക്കാരെ നിർത്തി. അതാരാ? ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ. അല്ലാതെ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് അതിന് അർഹതപ്പെട്ടത് എന്താ പറയാ ആ രീതിയിലല്ല. ഇവിടുത്തെ IT മേഖല എത്രത്തോളം വികസിപ്പിക്കാൻ, എത്രത്തോളം ലാൻഡ് സർക്കാരിന്റെ കയ്യിൽ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഒരു മത്സ്യത്തൊഴിലാളിക്ക് എന്താണ് സർക്കാരിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന യാനങ്ങള്, വലകള്, സംവിധാനങ്ങള്, കുട്ടികളുടെ സ്കോളർഷിപ്പുകൾ എന്താ ഉള്ളത്? ഇപ്പൊ വന്ന മഴക്കാലം വന്ന പോലെയൊക്കെ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് ഒരു മുന്നറിയിപ്പ്, ഒരു കടലിലേക്ക് പോകരുത്. അത് കഴിഞ്ഞാൽ അപ്പൊ വരും ട്രോളിങ്, മീൻ പിടിക്കരുത്. എങ്ങനെ ഇവർ ജീവിക്കും? ഈ 4-5-6 മാസം എങ്ങനെ പോകും? പിന്നെ പോയി കടലിൽ പോയിട്ട് കിട്ടിയെങ്കിൽ കിട്ടിയാറിന് വരുന്ന ആ കൊണ്ടുവരുന്ന ഈ മത്സ്യം ഒന്ന് വൃത്തിയുള്ള സ്ഥലത്ത് അത് വെച്ച് അത് എന്താ പറയുക വിൽപ്പന നടത്താനുള്ള ഒരു സംഗതി. പിന്നെ ഈ തൊഴിലാളികൾ പിടിച്ചു കൊണ്ടുവന്നാൽ കരയിലെത്തി അത് വിൽക്കില്ലാതെ ഇവർക്കൊരു മാർഗമില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ ഉണ്ട് പല സ്ഥലങ്ങളിലും കോൾഡ് സ്റ്റോറേജുകൾ. ആ മീൻ കൊണ്ടുവന്നാൽ 2 ദിവസം ഹോൾഡ് ചെയ്തായിട്ട് ഒരു വിലക്ക് വിൽക്കുക. വില പട്ടിണിനെ മാറും. അവർക്കത് വിലക്ക് വിൽക്കാൻ കഴിയാത്ത എന്താണ്? കരയിലെത്തിക്കഴിഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്യാനുള്ള കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങളില്ല. അപ്പം അതുണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് ഒന്നും കൂടി വില കൂട്ടിയിട്ട് എന്താ പറയുക, അവർക്ക് ഇപ്പോൾ ബാർഗൈനിങ് പവർ ഇല്ല. 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മീൻ എത്തുന്ന, ഐസിട്ട് വരികയാണ്. കരയിലെത്തുമ്പോഴേക്ക് ഈ സാധനം കൊടുക്കണം. അപ്പം ഇതൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പം എന്താ അതൊന്നും ആലോചിക്കണ്ടേ? എങ്ങനെയാണ് ഇറ്റങ്ങളെ പട്ടിണി മാറ്റാൻ പറ്റുക? എന്താണ് ഇവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം? അത് അവരായിട്ട് ഇവിടെ ഈ പെട്ടിപ്പിടിയിൽ ഇരുന്ന് വന്ന് സംസാരിക്കാൻ. തിരുവനന്തപുരത്ത് AC റൂമിലിരുന്ന് അത് മനസ്സിലാവില്ല. ഈ മനുഷ്യന്മാർ ഈ ഭൂമി കൂടെ ഇറങ്ങി നടക്കണം. ഞങ്ങളൊക്കെ ഭൂമി കൂടെ ഇറങ്ങി നടക്കുന്ന എന്താ പറയുക പൊതുപ്രവർത്തകരാണ്. ഇതിങ്ങനെ ഞാൻ ഭൂമി പുലർത്തുന്ന പറഞ്ഞ അഹങ്കാരവും ധിക്കാരുമായിട്ട് ഇങ്ങനെ നടക്കുന്ന കുറെ ആളുകൾ. ഓൽക്ക് ഭൂമിക്കല്ല നോക്കുന്നത്. ഭൂമിയൊന്നും ഒരു ധിക്കാരിക്ക് പുലർത്താൻ കഴിയില്ല. അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. മനസ്സിലായില്ലേ? ഇവിടുത്തെ ജനങ്ങളാണിത് തീരുമാനിക്കുന്നത്. ആ ജനം തീരുമാനം എടുക്കും. ആ അവസ്ഥയിലാണ് ബേപ്പൂരിന്റെ പല കേന്ദ്രങ്ങളും നിൽക്കുന്നത്. തീർച്ചയായും അദ്ദേഹം സജീവമായി ഈ മണ്ഡലത്തിൽ പ്രചരണത്തിലുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും തന്നെ വന്നിട്ടില്ല. എങ്കിൽ പോലും കഴിഞ്ഞ കുറേയായി ബേപ്പൂരിന്റെ പല ഭാഗങ്ങളിൽ പല പ്രശ്നങ്ങൾ നേരിട്ട് കാണാനും അവിടെയൊക്കെ എത്തിയ ആളുകളുമായി ചർച്ച ചെയ്യാനുമൊക്കെ പി വി അൻവർ ഉണ്ട്. ഇനിയിപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരേണ്ടതുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇന്നിപ്പോൾ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിലാണ് പി വി അൻവർ എത്തിയത്. ഇവിടെ നിരവധി തവണയായി, നിരവധി കാലങ്ങളായി ഇവിടെയുള്ള ആളുകൾ ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടേക്കാണ് പി വി അൻവർ എത്തുകയും ഇവിടെയുള്ള തൊഴിലാളികളുമായി സംസാരിക്കുകയും ചെയ്തത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.